ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ രണ്ടാമത്തെ സെഷനാണ് പഠിക്കുന്നത്. മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. 19th സെഞ്ചുറിയുടെ പകുതിയോടെയാണ് ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഒരു സയന്റിസ്റ്റ് സ്റ്റഡി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തത്. സോ ഹിയർ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രിഗർ മെൻഡൽ എന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. ഗ്രിഗർ മെൻഡൽ അദ്ദേഹം കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റില് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓസ്പ്രിങ്ങില് എങ്ങനെ ക്യാരക്ടേഴ്സ് പേരൻസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് സ്റ്റഡി ചെയ്തത് കേട്ടോ. അതായത് ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുക, സൈഗോട്ട് ഉണ്ടാവുന്നതും അത് ഡെവലപ്പായിട്ട് ഒരു പുതിയ ഓർഗാനിസ് ആയിട്ട് മാറുന്നത്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യുകയും ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുകയും ചെയ്യും. അവിടെ ദ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഫാദറിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യും, അതേപോലെ തന്നെ മദറിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യും. ഫാദറിൽ നിന്ന് മെയിൽ ഗ്യാമീറ്റ് അതായത് സ്പേം വഴിയും മദറിൽ നിന്ന് ഫീമെയിൽ ഗ്യാമീറ്റ് അല്ലെങ്കിൽ ഓവം വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് പോളൻ ഗ്രെയിൻ വഴിയും ഫീമെയിൽ ഗ്യാമീറ്റ് എംബ്രിയോ സാക്ക് വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ഈ മെയിൽ ഗ്യാമീറ്റിന്റെ ഉള്ളില് അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള ജനറേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയർ കോമ്പോസിഷനും അതേപോലെ തന്നെ എംബ്രിയോ സാക്കിന്റെ എഗിന്റെ ഉള്ളിലെ ന്യൂക്ലിയർ കോമ്പോസിഷനും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്, സൈഗോട്ടായിട്ട് മാറുന്നത്. ആ സൈഗോട്ട് ഡെവലപ്പ് ആയിട്ടാണ് പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് രണ്ട് പേരന്റിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്, രണ്ട് പേരന്റിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഗ്രിഗർ മെൻഡല് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റിനെ കുറിച്ച് നോക്കാം. ഗ്രിഗർ മെൻഡല് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഗാർഡൻ പീ പ്ലാന്റിൽ ഏകദേശം 7 വർഷത്തോളം കണ്ടക്ട് ചെയ്തു. 1856 മുതൽ 1863 വരെ അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്, അതായത് രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇഫ് ദേ ആർ ബ്രിങ്ങിങ് ടുഗദർ, അതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് രണ്ട് ഓർഗാനിസത്തിന്റെ ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കിയെടുക്കുക, രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് അദ്ദേഹം ഗാർഡൻ പീ പ്ലാന്റിലാണ് കണ്ടക്ട് ചെയ്തത്. ഗാർഡൻ പീ പ്ലാന്റ് അല്ലെങ്കിൽ പൈസം സറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റിലാണ് കണ്ടക്ട് ചെയ്തത്. ഏകദേശം 7 വർഷത്തോളം അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. 1856 മുതൽ 1863 വരെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ആ എക്സ്പെരിമെന്റിൽ നിന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ചില ലോസ് ഉണ്ട്, ദാറ്റ് ഈസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ലിവിംഗ് ഓർഗാനിസം. അതായത് എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ലിവിംഗ് ഓർഗാനിസത്തിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ലോസ്, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു പാറ്റേൺ എന്താണ്, അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. മെൻഡലിന്റെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച്, അതായത് ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഫസ്റ്റ് ടൈം അദ്ദേഹമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും മാത്തമാറ്റിക്കൽ ലോജിക്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ബയോളജിയിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്. അതായത് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റിൽ അദ്ദേഹം കുറേ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുകയും ആ പ്ലാന്റ്സിൽ ഓരോന്നിലും അദ്ദേഹം ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് സെലക്ടഡ് ക്യാരക്ടറിന് വേണ്ടി നടത്തുകയും ചെയ്തപ്പോൾ എത്ര ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് ഉണ്ടാക്കുകയും എത്ര പ്രോജനീസ് സിമിലർ ക്യാരക്ടേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പേരൻസിൽ നിന്ന് എന്ന് കണക്കാക്കി അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും മാത്തമാറ്റിക്കൽ ലോജിക്കും എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ബയോളജിയിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്. ആദ്യമായിട്ടാണ് ബയോളജിയിലെ ഒരു സയന്റിസ്റ്റ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും മാത്തമാറ്റിക്കൽ ലോജിക്കും ഒക്കെ ബയോളജിയിൽ കൊണ്ടുവന്നത് എന്ന് ചുരുക്കി പറയാം. അതുകൊണ്ട് തന്നെ കുറെ പേർക്കൊന്നും ഈ മെന്റലിന്റെ എക്സ്പെരിമെന്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കേട്ടോ. ഇനി ഇദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത് സക്സസ് ആയി, അദ്ദേഹത്തിന് കുറെ ലോസ് ഒക്കെ പ്രപ്പോസ് ചെയ്യാൻ പറ്റി. അതിന് കാരണം എന്താന്ന് ചോദിച്ചാല് അദ്ദേഹം കളക്ട് ചെയ്ത സാമ്പിളിന്റെ സൈസ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഗീവ്സ് എ ഗ്രേറ്റ് ക്രെഡിബിലിറ്റി ടു ദ ഡാറ്റ. അതായത് ആ ഡാറ്റയ്ക്ക് ഒരു നല്ല ക്രെഡിബിലിറ്റി, അതായത് നല്ല ഒരു എന്താ പറയാ അക്സെപ്റ്റബിലിറ്റി. ഇത്രയും 1000 പ്ലാന്റ്സ് ഉണ്ടായതിൽ
ഇത്ര എണ്ണം, അതായത് ഒരു 50% ക്യാരക്ടർ ഇതാണ് കാണിക്കുന്നത്, ബാക്കി ഒരു 25% ഇങ്ങനെയാണ്, 25% ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒന്ന് ഹൈപ്പോത്തസൈസ് ചെയ്യാൻ, ഒരു ക്രെഡിബിലിറ്റി ഓഫ് ഡേറ്റ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിന് കാരണം എന്താ? ഒന്നും രണ്ടും പ്ലാന്റിലല്ല അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത് ലാർജ് സാമ്പിളിലാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഓൾസോ ദ കൺഫർമേഷൻ ഓഫ് ഹിസ് ഇൻഫറൻസ് ഫ്രം എക്സ്പെരിമെന്റ് ഓൺ സക്സസീവ് ജനറേഷൻ. ഒരുപാട് ജനറേഷൻ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് തന്നെ കണ്ടക്ട് ചെയ്തു. അതായത് ഫസ്റ്റ് ജനറേഷനിൽ ഒരു ക്യാരക്ടർ ഈ രീതിയിൽ പാസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്തത്. ആ സെയിം എക്സ്പെരിമെന്റ് നെക്സ്റ്റ് ജനറേഷനിൽ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ ക്യാരക്ടർ പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനറേഷൻസ് അദ്ദേഹം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 7 വർഷത്തോളം അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് തീർക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിസർച്ച് ഒരു 7 വർഷത്തോളം നീണ്ടു നിന്നു, 1856 മുതൽ 1863 വരെ. അപ്പൊ ഈ പീ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4-5 മാസം അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, 6-7 വർഷം എന്ന് പറയുമ്പോൾ 10-14 ജനറേഷൻസ് ഉണ്ടാക്കാനുള്ള സമയമുണ്ട്. അപ്പൊ ഒരുപാട് ജനറേഷൻസും ഒരുപാട് സാമ്പിളിംഗ് സൈസും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡാറ്റയ്ക്ക് മോർ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞു കേട്ടോ. ഈ ഒരുപാട് ജനറേഷൻസ് ഒക്കെ നമ്മൾ ഈ പ്ലാന്റിനെ വളർത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റൂള് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അതിനെ ജനറലൈസ് ചെയ്യുകയും ആ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ജനറലൈസ് ചെയ്ത് ഇറ്റ് പ്രൂവ് ദാറ്റ് ഹിസ് റിസൾട്ട് പോയിന്റഡ് ടു ജനറൽ റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് റാദർ ദാൻ ബീങ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ഐഡിയാസ്. അതായത് അൺസബ്സ്റ്റാൻഷിയേറ്റഡ്, കൃത്യതയില്ലാത്ത ഐഡിയ അല്ല അത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്ന് പ്രൂവ് ചെയ്തത് ജനറൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് റൂൾ ആണ് എന്ന് നമുക്ക് കുറച്ചും കൂടെ പ്രൂഫോട് കൂടി നമുക്ക് കിട്ടിയ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കേട്ടോ. മെന്റല് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്നറിയോ? കുറേ ക്യാരക്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഗാർഡൻ പീ പ്ലാന്റിൽ. അത് 2 ഒപ്പോസിംഗ് ട്രെയ്റ്റ് വരുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ കുറെ ക്യാരക്ടേഴ്സ് അദ്ദേഹം കണ്ടുപിടിച്ച കുറെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഓപ്പോസിറ്റ് നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ്, ടോളും ഡ്വാർഫും, അതേപോലെ തന്നെ അതിന്റെ സീഡ്സിന്റെ കളറ്, യെല്ലോ സീഡും ഗ്രീൻ സീഡും, അതേപോലെ തന്നെ അതിന്റെ സീഡ് ഇരിക്കുന്ന ആ പോഡിന്റെ ഷേപ്പ്, കൺസ്ട്രക്റ്റഡ്, ഇൻഫ്ലേറ്റഡ്, അങ്ങനെ ഓരോ ഓപ്പോസിറ്റ് ക്യാരക്ടർ വരുന്ന 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അദ്ദേഹം കണ്ടുപിടിച്ചു ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് പീ പ്ലാന്റ് സെലക്ട് ചെയ്തപ്പോൾ. ഈ പീ പ്ലാന്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. പീ പ്ലാന്റ് ബഡ് പോളിനേഷൻ നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇമാസ്കുലേഷനോ അല്ലെങ്കിൽ ബാഗിംഗ് ടെക്നിക്കോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പൂ തുറക്കുന്നതിന് മുമ്പ് തന്നെ സെൽഫ് പോളിനേഷൻ നടന്നോളൂ. ഹൈബ്രിഡൈസേഷന്റെ സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇമാസ്കുലേഷനും അതേപോലെ തന്നെ ബാഗിങ്ങും ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ആ സെൽഫ് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് നമുക്ക് വെറുതെ ആ പ്ലാന്റിനെ വിടാം. അത് അല്ലാതെ തന്നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്തോളും. നമ്മളൊന്നും പ്രിവെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അദ്ദേഹം കൺസിഡർ ചെയ്ത കുറച്ച് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സിന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടോൾ ഓർ ഡ്വാഫ് പ്ലാന്റ്, യെല്ലോ ഓർ ഗ്രീൻ സീഡ്, ഇതൊക്കെയാണ് അദ്ദേഹം സെലക്ട് ചെയ്ത ഓപ്പോസിറ്റ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് റൂൾസ് ഗവേണിംഗ് ഇൻഹെറിറ്റൻസ്, അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് ക്യാരക്ടർ എടുത്തതുകൊണ്ട് തന്നെ ആ ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ ഗവേൺ ചെയ്യുന്ന ഒരു ബേസിക് ഫ്രെയിം വർക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഇൻഹെറിറ്റൻസ് ഗവേൺ ചെയ്യുന്ന ഒരു ബേസിക് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതായത് ഇൻഹെറിറ്റൻസ്, അതായത് ക്യാരക്ടേഴ്സ് പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് എങ്ങനെയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയാസ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റി. പിന്നീട് ഈ ഒരു ഐഡിയ അദ്ദേഹം കൊണ്ടുവന്നതോട് കൂടിയിട്ടാണ് പിന്നീട് പല സയന്റിസ്റ്റും ഈ പലതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് വീണ്ടും സ്റ്റഡി ചെയ്യാനും അവർക്ക് അത് പല ഓർഗാനിസത്തിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പല കോംപ്ലക്സിറ്റി കൂടിയ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഒക്കെ കണ്ടുപിടിക്കാനും ഇന്ന് കാണുന്ന ഇൻഹെറിറ്റൻസ് പാറ്റേൺ എല്ലാം കണ്ടുപിടിക്കപ്പെട്ടത് ആ ഒരു ബേസിക് സ്റ്റഫ് ചെയ്തു കൊടുത്തത് മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രിഗർ മെൻഡലിനെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ.
മെന്റൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം ചെയ്തത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തത് ട്രൂ ബ്രീഡിംഗ് പീ ലൈനിയ. എന്താ ഈ ട്രൂ ബ്രീഡിംഗ് പീ ലൈൻ എന്ന് വെച്ചാന്നറിയോ? ഇപ്പോൾ മെന്റൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റിൽ അദ്ദേഹം കൺസിഡർ ചെയ്ത ഒരു ക്യാരക്ടറാണ് ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് ഈ പീ പ്ലാന്റിൽ കാണാൻ കഴിഞ്ഞു. ഒന്ന് ടോൾ ആയിരുന്നു, ഒന്ന് ഡ്വാർഫ് ആയിരുന്നു. ഈ ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ ക്യാപിറ്റൽ ടി എന്ന ജീനും സ്മോൾ ടി എന്ന ജീൻ ഡ്വാർഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനും ആണെന്നിരിക്കട്ടെ, ഈ ക്യാപിറ്റൽ ടി എന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഒരു പീ പ്ലാന്റില് അതിന്റെ ഫാദർ പ്ലാന്റിൽ നിന്നും അത് റിസീവ് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ ടി ജീനാണ് അതിന്റെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മദർ പ്ലാന്റിൽ നിന്ന് റിസീവ് ചെയ്തേക്കുന്നതും ക്യാപിറ്റൽ ടി തന്നെയാണ് അതിന്റെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ആ ഒരു കണ്ടീഷൻ അത് ഒരിക്കലും എന്ത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യില്ല എന്നറിയോ? ഡ്വാർഫ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യില്ല. അതിന്റെ ഒരു മക്കൾക്കും ഒന്നും അത് എക്സ്പ്രസ് ചെയ്യില്ല ഡ്വാർഫ് ക്യാരക്ടർ. മനസ്സിലായോ? അപ്പൊ സെൽഫ് പോളിനേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡ്വാർഫ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പൊ ഇവിടെ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ്, സെൽഫ് പോളിനേഷൻ അല്ല, അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ആണ്. അപ്പൊ ഈ ക്രോസ് പോളിനേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഉള്ള പേരന്റ് എന്ന് പറയുന്നത്, ആ പേരന്റിൽ നിന്ന് ഒരു ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ഒരു ക്യാരക്ടർ നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പ്യുവർ ആയിരിക്കണം. അതിനകത്തൊരു മിക്സപ്പ് ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് ട്രൂ ബ്രീഡിംഗ് ലൈൻ അല്ലെങ്കിൽ പ്യുവർ ബ്രീഡിംഗ് ലൈൻ അല്ലെങ്കിൽ ഹോമോസൈഗസ് എന്നൊക്കെ പറയുന്നത്. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ ട്രൂ ബ്രീഡിംഗ് ലൈൻ ആണ് അല്ലെങ്കിൽ പ്യുവർ ബ്രീഡിംഗ് ലൈൻ ആണ്. അവിടെ പ്യുവർ ബ്രീഡിംഗ് ലൈൻ അല്ലെങ്കിൽ ട്രൂ ബ്രീഡിംഗ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനിന് വേറെ ഒരു ഓൾട്ടർനേറ്റ് ഫോമും ഉണ്ടാവാൻ പാടില്ല. അതേപോലത്തെ തന്നെ ഓൾട്ടർനേറ്റ് ജീനേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ജീൻ വരാനുള്ള കാരണം എന്താണ്? ഒന്ന് ഫാദറിൽ നിന്നും ഒന്ന് മദറിൽ നിന്നും റിസീവ് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ജീൻസും. അതേപോലെ തന്നെയാണ് ഈ പ്ലാന്റ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉള്ളതാണ്. അവർക്ക് രണ്ട് സെറ്റ് ക്രോമസോം ഉണ്ട്. ഒരു സെറ്റ് ഫാദറിൽ നിന്നും വന്നതാണ്, ഒരു സെറ്റ് മദറിൽ നിന്നും വന്നതാണ്. സെൽഫ് പോളിനേഷൻ നടന്നിട്ടായിക്കോട്ടെ, ക്രോസ് പോളിനേഷൻ നടന്നിട്ടായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അവരുടെ ബോഡിയിലുള്ളത് അല്ലെങ്കിൽ അവരുടെ സെല്ലിന്റെ ഉള്ളിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന DNA എന്ന് പറയുന്നത് രണ്ട് സെറ്റ് DNA എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് DNA ഫാദറിൽ നിന്നും ഒരു സെറ്റ് DNA മദറിൽ നിന്നും വന്നതാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് അവരുണ്ടാകുന്നത്, അല്ലെ? അപ്പോ ഫാദറിൽ നിന്ന് വന്ന ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ അല്ലെങ്കിൽ ഒരു DNA അത് റെപ്രസെന്റ് ചെയ്യുന്ന, ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടോളിനെ ആണെങ്കിൽ മദറിൽ നിന്നും ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനാണ് അല്ലെങ്കിൽ ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന DNA ആണ് വന്നിട്ടുള്ളൂവെങ്കിൽ അത് രണ്ടും എങ്ങനെയായി? ഒരേപോലത്തെ ജീൻസായി. അതിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് വൺ ജീൻ എന്ന് പറയുന്നത്. വൺ ജീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഓഫ് DNA നമ്മൾ വൺ ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ജീനിന് രണ്ട് ഓൾട്ടർനേറ്റ് നേച്ചർ ഉണ്ട്, രണ്ട് ഓൾട്ടർനേറ്റ് ഫോം ഉണ്ട്. ആ രണ്ട് ഓൾട്ടർനേറ്റ് ഫോം എവിടുന്നാ വരുന്നത്? രണ്ട് പേരന്റിൽ നിന്ന് വരുന്നതാ. രണ്ട് പേരന്റിൽ നിന്നും വരുന്ന ഈ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദീസ് ജീൻ അതിന് നമ്മൾ അലീൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മെന്റൽ പറയുന്നത് ഫാക്ടർ എന്നാണ് കേട്ടോ. അദ്ദേഹം അലീൽ എന്താണെന്നോ ജീൻ എന്താണെന്നോ DNA എന്താണെന്നോ ഇതൊന്നും ന്യൂക്ലിയസ് എന്താണെന്ന് പോലും അറിയാത്ത സമയത്താണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് എന്നും പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അത് ട്രൂ ബ്രീഡിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്യുവർ ലൈനിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് ഹോമോസൈഗസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന പർട്ടിക്കുലർ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദാറ്റ് ഫാക്ടർ ദാറ്റ് ഷുഡ് ബി സിമിലർ, ഒരേ തരത്തിലുള്ളതായിരിക്കണം. അത് പിന്നീട് സെൽഫ് ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു കാരണവശാലും അതിന്റെ ഒപ്പോസിറ്റ് ട്രേറ്റ് ആയിട്ടുള്ള ഡ്വാർഫിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് പീ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം ട്രൂ ബ്രീഡിംഗ് പീ ലൈൻ ഒരു സെൽഫ് പോളിനേഷൻ നടന്നിട്ട് കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടത്തിയിട്ട് ട്രൂ ബ്രീഡിംഗ് പീ ലൈൻസ് ഉണ്ടാക്കിയെടുത്തു. അതായത് ടോൾ പ്ലാന്റിലെ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഹോമോസൈഗോസിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ടോൾ പ്ലാന്റിനെ സെൽഫ് ഫെർട്ടിലൈസേഷന് വിടുക. സെൽഫ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? പീ സീഡ്സ് ഉണ്ടാവും. ആ സീഡ്സിനെ എല്ലാം കളക്ട് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ സോ ചെയ്യുമ്പോൾ, അതിനെ വിതച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വീണ്ടും പ്ലാന്റ്സ് ഉണ്ടാവും. ആ പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ ടോളിനെ മാത്രം സെലക്ട് ചെയ്യുക. ഈ ടോളിനെ മാത്രം സെലക്ട് ചെയ്താൽ അതിനകത്ത് വീണ്ടും സെൽഫ് ഫെർട്ടിലൈസേഷന് അലൗ ചെയ്യുക. അതിനകത്ത് സെൽഫ് ഫെർട്ടിലൈസേഷൻ നടന്നു ഉണ്ടാവുന്ന സീഡ്സിനെയൊക്കെ കളക്ട് ചെയ്യുക. ഏത്
പ്ലാന്റിൽ നിന്നാണോ എല്ലാ സീഡ്സും കംപ്ലീറ്റ് ടോൾ പ്ലാന്റ്സ് ഉണ്ടാക്കിയത്, ആ ഒരു പ്ലാന്റ് ട്രൂ ബ്രീഡിംഗ് ലൈനാന്ന് പറയാം. കാരണം എന്താണ്, അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായ ഒരു സീഡിൽ നിന്നും ഡ്വാർഫ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നിനെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അത് പ്യുവറാണ്, ഹോമോസൈഗസ് കണ്ടീഷനിലാണ് ആ പർട്ടിക്കുലർ ക്യാരക്ടറിനെ. അപ്പോൾ കണ്ടിന്യൂസ് സെൽഫ് ഫെർട്ടിലൈസേഷനും സെലക്ഷനും വഴി നമുക്ക് ഒരു എന്താണ് സെൽഫ് പോളിനേഷനും സെലക്ഷനും വഴി നമുക്കൊരു ക്യാരക്ടറിനെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്യുവർ ബ്രീഡിംഗ് ലൈനിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ട്രൂ ബ്രീഡിംഗ് ലൈനിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ഹോമോസൈഗസ് ഇൻഡിവിജ്വലിനെ കൊണ്ടുവരാം, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് കേട്ടോ. മെൻഡൽ അതിന് വേണ്ടിയിട്ട് 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റ് വെറൈറ്റീസ് ആണ് സെലക്ട് ചെയ്തത്. 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റ് വെറൈറ്റീസ് ആണ് മെൻഡൽ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അദ്ദേഹം അത് സെലക്ട് ചെയ്തത് പെയർ ആയിട്ടാണ്. അത് ഒരൊറ്റ ക്യാരക്ടറിന് മാത്രം ഡിഫറൻസ് വരുന്ന ഒരു കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് അദ്ദേഹം കൺസിഡർ ചെയ്തു. അതായത് ഇപ്പോൾ അദ്ദേഹം ടോൾ പ്ലാന്റ് ഹൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്നിരിക്കട്ടെ, ആ ഹൈറ്റിൽ മാത്രം അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ അദ്ദേഹം കൺസിഡർ ചെയ്യുന്ന മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും വ്യത്യസ്തമായിരിക്കും. ഒന്ന് ടോൾ ആയിരിക്കും, ഒന്ന് ഡ്വാർഫ് ആയിരിക്കും. മറ്റേ ക്യാരക്ടേഴ്സ് ഒക്കെയോ ദർ ഈസ് നോ നീഡ് ഓഫ് കൺസിഡറിങ് അറ്റ് ഓൾ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരൊറ്റ ക്യാരക്ടർ മാത്രമാണ്. അപ്പൊ മെൻഡൽ 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റ് വെറൈറ്റീസ് സെലക്ട് ചെയ്തു. അത് പെയർ ആയിട്ടാണ് സെലക്ട് ചെയ്തത്. വിച്ച് വെയർ സിമിലർ എക്സെപ്റ്റ് ഫോർ വൺ ക്യാരക്ടർ. എല്ലാ ക്യാരക്ടറും സിമിലർ ആയിരുന്നു, പക്ഷെ ഒരു ക്യാരക്ടറിൽ ഡിഫറൻസ് വരുന്ന തരത്തിൽ, ദാറ്റ് ഈസ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. അതായത് ടോളും ഡ്വാർഫും അദ്ദേഹം സെലക്ട് ചെയ്തു. അപ്പൊ ആ ടോൾനെസ്, ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ജീൻ മാത്രം രണ്ടിലും വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം അത് സിമിലർ ആണോ ഡിസിമിലർ ആണോ ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതിൽ ട്രൂ ബ്രീഡിംഗ് ലൈൻ ഉണ്ടാക്കിയപ്പോൾ അതിന് രണ്ട് വ്യത്യസ്തമായ ട്രെയ്റ്റ്സിനെ സെലക്ട് ചെയ്തു. ഇനി ഈ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് സെലക്ട് ചെയ്തത് ഒന്നുപോലെ ടോൾ ആൻഡ് ഡ്വാർഫ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്മൂത്ത് ഓർ റിങ്കിൾഡ് സീഡ് ആയിരിക്കാം. സ്മൂത്ത് സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് നല്ല റൗണ്ട് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും, അതിനെയാണ് സ്മൂത്ത് സീഡ് എന്ന് പറയാം. സ്മൂത്ത് സീഡ് ആയിരിക്കും എന്താ പറയുക റൗണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. റൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. റിങ്കിൾഡ് സീഡ് എന്ന് പറഞ്ഞാൽ ചുക്കി ചുളിഞ്ഞിരിക്കുന്ന സീഡാണ്, അത് സ്മോൾ ആർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ യെല്ലോ ഓർ ഗ്രീൻ സീഡ്, യെല്ലോ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ വൈ കൊണ്ടും ഗ്രീൻ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ വൈ കൊണ്ടുമാണ്. ഇൻഫ്ലേറ്റഡ് ഓർ കൺസ്ട്രിക്റ്റഡ്, ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതിനാണ് ഇൻഫ്ലേറ്റഡ് എന്ന് പറയുന്നത്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതുണ്ടോ പോഡ് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ആണ്. ഇവിടെ ഒരു കൺസ്ട്രക്ഷനും ഇല്ല. അതേസമയം ഇത് കൺസ്ട്രക്റ്റഡ് ആണ്. ഇതിന്റെ ഈ ഭാഗം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ കൺസ്ട്രക്ഷൻ നമുക്ക് കാണാം, എന്താ ഇങ്ങനെ ഓരോ പയറുപണികൾ എണ്ണിയെടുക്കാൻ പാകത്തിന് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടായിരിക്കും കാണാം. അപ്പൊ ഇൻഫ്ലേറ്റഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പോഡ്, അത് വേറൊരു ക്യാരക്ടർ അദ്ദേഹം സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ അദ്ദേഹം സെലക്ട് ചെയ്ത വേറെ ക്യാരക്ടേഴ്സാണ് യെല്ലോ പോഡ്, അതുപോലെ ഗ്രീൻ പോഡ് കളറും അതേപോലെ തന്നെ അദ്ദേഹം സെലക്ട് ചെയ്തതാണ്. അതേപോലെ ടോൾ ആൻഡ് ഡ്വാർഫ് പീ പ്ലാന്റ്സ്, ഇത്രയും ഇത് കുറേ ക്യാരക്ടർ 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അപ്പൊ ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഇൻ പീ പ്ലാന്റ് സ്റ്റഡീഡ് ബൈ മെൻഡൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. സി ഹിയർ സീഡ് ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ്, സീഡ് കളർ യെല്ലോ കളർ ഗ്രീൻ കളർ, ഫ്ലവർ കളർ വയലറ്റ് കളർ വൈറ്റ് കളർ, പോഡ് ഷേപ്പ് ഫുൾ കൺസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് കൺസ്ട്രക്റ്റഡ്. ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കൺസ്ട്രക്റ്റ് ആയിരിക്കുന്നത്. പോഡ് കളർ ഗ്രീൻ കളർ യെല്ലോ കളർ, ഫ്ലവർ പൊസിഷൻ ആക്സിയൽ പൊസിഷൻ ടെർമിനൽ പൊസിഷൻ. ആക്സിയൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ലീഫിന്റെ ആക്സിസിൽ നിന്ന് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആക്സിയൽ പൊസിഷൻ എന്ന് പറയുന്നത്. ടെർമിനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ തുമ്പറ്റത്ത് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ടെർമിനൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റെം ഹൈറ്റ് ടോൾ ആൻഡ് ഡ്വാർഫ്. അപ്പൊ ഇത്രയാണ് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അദ്ദേഹം കൺസിഡർ ചെയ്ത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ. ഇനി ഈ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അദ്ദേഹം ഒരു ടേബിൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. See here, contrasting traits studied by Mendel in P. Stem height, flower color, flower position, pod shape,
പോട്ട് കളർ, സീഡ് ഷേപ്പ്, സീഡ് കളർ, ഇതൊക്കെയാണ്. ഈ സ്റ്റെം ഹൈറ്റ് വന്നിട്ട് tall and dwarf stem height, it is present in the chromosome number 4. ക്രോമസോം നമ്പർ 4ലാണ് ഈ സ്റ്റെം ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതായത് മെന്റൽ സ്റ്റഡി ചെയ്തപ്പോൾ 4ാമത്തെ ക്രോമസോമിലാണ് ഈ സ്റ്റെം ഹൈറ്റ് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് DNA എന്താണെന്ന് അറിയില്ലായിരുന്നു, ജീൻ എന്താണെന്നും അറിയില്ലായിരുന്നു, ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കറിയാം ഈ സ്റ്റെം ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്ന 4ാമത്തെ ക്രോമസോമിലാണ്. അതേപോലെ ഫ്ലവർ കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത് ക്രോമസോം നമ്പർ 1ലാണ്. ഫ്ലവർ പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്ന ക്രോമസോം നമ്പർ 4ലാണ് കേട്ടോ. ഇത് ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോട്ട് ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത് 4th ക്രോമസോമിലാണ്, 4ാമത്തെ ക്രോമസോമിലാണ് കേട്ടോ. അതേപോലെ തന്നെ പോഡ് കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത് 5ാമത്തെ ക്രോമസോമിലാണ്. സീഡ് ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത് 7ാമത്തെ ക്രോമസോമിലാണ്. അതേപോലെ തന്നെ സീഡ് കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത് 1st ക്രോമസോമിലാണ് കേട്ടോ. അപ്പൊ 4ാമത്തെ ക്രോമസോമിലെ 3 ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നുണ്ട്. സ്റ്റെം ഹൈറ്റും അതേപോലെ തന്നെ ഫ്ലവർ പൊസിഷനും അതുപോലെ പോട്ട് ഷേപ്പും ഒക്കെ. അതേപോലെ 1ാമത്തെ ക്രോമസോമില് ഫ്ലവർ കളറും സീഡ് കളറും ഒരേ ക്രോമസോമിൽ തന്നെയാണ് ഇരിക്കുന്നത് പീ പ്ലാന്റിൽ കേട്ടോ. പീ പ്ലാന്റിന് 7 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. 7 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് പീ പ്ലാന്റിനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നോക്കാം ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ കേട്ടോ. Mendel's laws of inheritance. It was during the mid-19th century that headway was made in the understanding of inheritance. Gregor Mendel conducted hybridization experiments on garden peas for 7 years, that is 1856 to 1863, and proposed the laws of inheritance in living organisms. During Mendel's investigations into inheritance patterns, it was for the first time that statistical analysis and mathematical logic were applied to problems in biology. His experiments had a large sampling size which gave a great credibility to the data that he collected. Also, the confirmation of his inference from experiments on successive generations of his test plans proved that his result pointed to general rules of inheritance rather than being unsubstantiated ideas. Unsubstantiated ideas എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലാത്ത ഐഡിയാസ് എന്നാണ് കേട്ടോ. Unsubstantiated ideas. Mendel investigated characters in the garden pea plant that were manifested as 2 opposing traits, that is tall or dwarf plants, yellow or green seed. This allowed him to set up a basic framework of rules governing inheritance, which was expanded on by later scientists to account for all the diverse natural observations and the complexity inherent in them. Mendel conducted such artificial pollinations or cross-pollinations experiments using several true breeding pea lines. A true breeding line is one that, having undergone continuous self-pollination, shows the stable trait inheritance and expression for several generations. Mendel selected 14 true breeding pea plant varieties, such as pairs, which were similar except for one character with the contrasting traits. Some of the contrasting traits selected were smooth or wrinkled seeds, yellow or green seed, inflated, full or constricted green or yellow pods, and tall or dwarf plants. ഇതിൻ്റെ ഡയഗ്രാം അതുപോലെ തന്നെ ടേബിളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. See here the table in that it has shown stem height, tall or dwarf, flower color violet or white, flower position axial or terminal, pod shape inflated or constricted, pod color green or yellow, seed shape round or wrinkled, seed color yellow or green. Okay. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിന് എന്താ പറയുക അദ്ദേഹം എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത സെഷൻസ് മുതൽ നമ്മൾ അദ്ദേഹം ചെയ്ത ഓരോ എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ.